2025 ഏതാണ്ട് 150-200ഓളം സിനിമകളാണ് മലയാളത്തിൽ നിന്ന് റിലീസായിട്ടുള്ളത്. അതിൽ പലതും സൂപ്പർ ഹിറ്റായി ഒരുപാട് ബോക്സ് ഓഫീസ് കളക്ഷനുകൾ കിട്ടി. പല സിനിമകളും ബോക്സ് ഓഫീസിൽ ഫെയിൽഡായി. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കണക്കുകളൊക്കെ പ്രകാരം ഒരുപാട് നഷ്ടമുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 റിലീസായിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ടോപ്പ് 10 പെർഫോമൻസുകൾ, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ടോപ്പ് 10 പെർഫോമൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ എൻ്റെ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തായിരിക്കാം. സോ നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നുന്ന ആരൊക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ ലിസ്റ്റിലുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നുള്ളത് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ആദ്യം തന്നെ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത് ബിനു പപ്പു ആണ്. തുടരും എന്ന് പറയുന്ന സിനിമയിലെ ബെന്നി എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ കഥാപാത്രം ചെയ്തതുകൊണ്ട് തൻ്റെ വണ്ടി വിട്ടുതരണം എന്നാവശ്യപ്പെട്ട് ബെൻസ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടും അത്രത്തോളം കെഞ്ചി ചോദിച്ചിട്ടും വിട്ടുതരാൻ പറ്റില്ല എന്ന് പറയുന്ന ഒറ്റ വാശിയിൽ നിൽക്കുന്ന പ്രേക്ഷകരെ അത്രത്തോളം വെറുപ്പിച്ച കഥാപാത്രമായിരുന്നു SI ബെന്നിയുടെ. പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മുരടനായിട്ടുള്ള ഒന്നിനും വഴങ്ങാത്ത ഒരു പോലീസ് ഓഫീസർ റോള് പുള്ളി നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ശോഭനയുടെ കഥാപാത്രത്തെയും ബെൻസിന്റെ മകളുടെ കഥാപാത്രത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന സീനിലും ഒക്കെ ആ ഒരു ക്രൂരത നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ബിനു പപ്പുവിന് സാധിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഓവറോൾ പെർഫോമൻസ് അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ 10ാം സ്ഥാനത്താണ് ബിനു പപ്പുവിനെ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 9ാം സ്ഥാനത്ത് കുഞ്ചാക്കോ ബോബനാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയിലെ ഹരിശങ്കർ എന്ന് പറയുന്ന കഥാപാത്രം. പൊതുവെ കുഞ്ചാക്കോ ബോബന്റെ ഈ അടുത്ത് റിലീസായിട്ടുള്ള എല്ലാ സിനിമകളിലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ച്, അതായത് വളരെ ടഫ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വർക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഹരിശങ്കർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ കഥാപാത്രം. അതിൽ കുഞ്ചാക്കോ ബോബന്റെ ഇൻട്രോ സീന് എല്ലാവരും എടുത്തു പറയുന്ന ഒന്നാണ്. ആ ഒറ്റ സീനിലെ പെർഫോമൻസിലൂടെ തന്നെ ആ കഥാപാത്രത്തെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. സിനിമയിൽ ത്രൂ ഔട്ട് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. ഒരു ഫാമിലി മാനായിട്ടും റൂഡായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടും വന്ന് ഞെട്ടിച്ച കുഞ്ചാക്കോ ബോബനാണ് നമ്മുടെ ലിസ്റ്റിൽ 9ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 8ാം സ്ഥാനത്ത് പ്രകാശ് വർമ്മ. തുടരും എന്ന് പറയുന്ന സിനിമയിലെ ജോർജ് മാത്തൻ എന്ന് പറയുന്ന പോലീസ് കഥാപാത്രം. ഈ വർഷത്തെ ബെസ്റ്റ് വില്ലൻ ആരാണ് എന്ന് പറയുന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ: ജോർജ്. പ്രകാശ് വർമ്മ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ട് ഫിലിം ഡയറക്ടർ ആണെങ്കിൽ കൂടിയും ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ ഇത്രയും ബെസ്റ്റായിട്ട് പെർഫോമൻസ് ചെയ്യുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. മാത്രമല്ല അത്രയും കോംപ്ലക്സ് ആയിട്ട് ഒരു കഥാപാത്രം കൂടിയാണ് ഈ ജോർജ് എന്ന് പറയുന്നത്. ഹെലോ എന്ന് പറഞ്ഞ് ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പുള്ളി കടന്നു വരുന്നത്. എന്നാൽ പോകുന്തോറും ഒരു പീക്ക് വില്ലനിസം പുള്ളി നന്നായിട്ട് ഡെലിവർ ചെയ്തിട്ടുമുണ്ട്. ആ സൗണ്ട് മോഡുലേഷൻസും ഡയലോഗ് ഡെലിവറിയും സീൻ പ്രസൻസും എല്ലാം തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു നടൻ്റേത് എന്ന് തോന്നിപ്പിക്കുന്ന വിധം ആ റോള് ഗംഭീരമാക്കിയ പ്രകാശ് വർമ്മയാണ് നമ്മുടെ ലിസ്റ്റിൽ 8ാം സ്ഥാനത്ത് ഉള്ളത്. ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ളത് കല്യാണി പ്രിയദർശൻ. ലോക എന്ന് പറയുന്ന സിനിമയിലെ ചന്ദ്ര അല്ലെങ്കിൽ നീലി എന്ന് പറയുന്ന കഥാപാത്രം. ലോക ഈ വർഷത്തെ മാത്രമല്ല മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നായിരുന്നു. അതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന കല്യാണി പ്രിയദർശന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം അതിലിട്ടിട്ടുള്ള ഒരു എഫേർട്ട്. കള്ളിയങ്കാട്ട് നീലിയെ റീഡിഫൈൻ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ കല്യാണിക്ക് പറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് അതിലെ ഫൈറ്റ് സീൻസ് അത് നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കല്യാണി പ്രിയദർശൻ. മലയാളത്തിൽ നിന്നുമുള്ള വുമൺ സൂപ്പർ ഹീറോ എന്നുള്ള നിലയിൽ ഓവറോൾ ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ വെച്ച് പെർഫെക്റ്റ് കാസ്റ്റും അതിനകത്തുള്ള പെർഫോമൻസും വന്നതുകൊണ്ട് ലിസ്റ്റിൽ 7ാം സ്ഥാനത്താണ് കല്യാണി പ്രിയദർശനെ വെച്ചിട്ടുള്ളത്. 6ാം സ്ഥാനത്ത് പ്രണവ് മോഹൻലാലാണ്. DSR എന്ന് പറയുന്ന സിനിമയിലെ രോഹൻ എന്ന് പറയുന്ന കഥാപാത്രം. പ്രണവ് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ അഭിനയം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് പുള്ളിയുടെ ആദ്യ സിനിമകളിലെ പെർഫോമൻസ് ഒട്ടും തന്നെ നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് DSRയിലുള്ള പ്രണവിൻ്റെ പെർഫോമൻസ് കിടിലമായിരുന്നു. ആവശ്യത്തിലധികം പണമുള്ള ഒരു പ്ലേ ബോയ് ആയ പാർട്ടിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു റിച്ച് കിഡ് റോള് പ്രണവ് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തു. മാത്രമല്ല അതിൽ ഗോസ്റ്റിനെ എൻകൗണ്ടർ ചെയ്യുന്ന സീൻസിലുള്ള പെർഫോമൻസുകളും നന്നായിരുന്നു. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും സ്റ്റൈലും ഒക്കെ ആ കഥാപാത്രത്തിന് നന്നായിട്ട് ചേരുന്നുണ്ട്. സോ പ്രണവാണ് നമ്മുടെ ലിസ്റ്റിൽ 6ാം സ്ഥാനത്ത് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ളത് സന്ദീപ് പ്രദീപാണ്. എക്കോ, പടക്കളം തുടങ്ങിയിട്ടുള്ള സിനിമകളിലെ പെർഫോമൻസുകൾ വെച്ചിട്ട് സന്ദീപിന്റെ പടക്കളത്തിലെയും എക്കോയിലെയും ഒക്കെ കഥാപാത്രങ്ങൾ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ ഒരു പുതുമുഖ താരമാണ് എന്ന് പറയില്ല. അത്രയും ഓർഗാനിക് ആയിട്ട് നാച്ചുറലായി തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ഷൻ ആണെങ്കിലും പെർഫോം ചെയ്യാനുള്ള സീനാണെങ്കിലും സന്ദീപ് 100% തന്നെ എഫേർട്ട് കൊടുക്കുന്നുണ്ട്. പടക്കളത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സുരാജിൻ്റെയും ഷർഫുദ്ദീൻ്റെയും കൂടെ പിടിച്ചു നിൽക്കുക എന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതും ബോഡി സ്വാപ്പ് ചെയ്ത് പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു കഥാപാത്രവും സെക്കൻഡ് ഹാഫിൽ ഓൾറെഡി പ്രേക്ഷകർ കണ്ട മറ്റൊരു കഥാപാത്രത്തിൻ്റെ മാനറിസങ്ങൾ അതേപോലെ തന്നെ പെർഫോം ചെയ്യുകയും ചെയ്യുന്നത്. അതും താരതമ്യേന വളരെ കുറച്ച് സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു താരം എന്നുള്ള രീതിയിൽ സന്ദീപ് അപ്രിസിയേഷൻസ് അർഹിക്കുന്നു. അതുപോലെ തന്നെ എക്കോയിലെ പെർഫോമൻസും
അതിലെ പെർഫോമൻസിനെ കുറിച്ച് എക്കോയുടെ റൈറ്റർ ആയിട്ടുള്ള ബാഹു രമേശ് തന്നെ ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട്. ക്ലോസ് അപ്പ് ഷോട്ട്സിലൊക്കെ ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആക്കിയതും മറ്റും അതിലുള്ള ഫൈറ്റ് സീൻസിലുള്ള ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ സന്ദീപാണ് നമ്മുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ള ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. 4ാം സ്ഥാനത്ത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ. തുടരും എന്ന് പറയുന്ന സിനിമയിലെ ബെൻസ് എന്ന് പറയുന്ന കഥാപാത്രം. ലാലേട്ടന്റെ തിരിച്ചുവരവ് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഫാൻസിനെയും അല്ലാത്ത സാധാരണ ഓഡിയൻസിനെയും ഒരേപോലെ തന്നെ 100% തൃപ്തിപ്പെടുത്തിയ സിനിമയായിരുന്നു തുടരും. ഇതിനു മുൻപിറങ്ങിയ ചില സിനിമകളിൽ മിസ്സായിട്ടുള്ള ലാലേട്ടന്റെ എല്ലാ എലമെന്റ്സും തുടരും എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. മാസിന് മാസ്, ക്ലാസ്സിന് ക്ലാസ് എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ 100% സാറ്റിസ്ഫിക്കേഷൻ നൽകിയിട്ടുള്ള റോളായിരുന്നു ബെൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഫുൾ ഒരു നിസ്സഹായനായിട്ടുള്ള ഒരു വണ്ടിപ്രേമിയുടെയും ഒരു അച്ഛന്റെയും ഒക്കെ റോളും, സെക്കൻഡ് ഹാഫിൽ മതമിളകിയ ഒരു കൊമ്പന്റെ റോളുമായിട്ട് ഉള്ള ട്രാൻസ്ഫോർമേഷനും എല്ലാം കൊണ്ടും ലാലേട്ടന്റെ തിരിച്ചുവരവായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ. 3ാം സ്ഥാനത്ത് മലയാളത്തിന്റെ മറ്റൊരു സ്വന്തം മമ്മൂട്ടി. കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിലെ സ്റ്റാൻലി ദാസ് എന്ന് പറയുന്ന കഥാപാത്രം. അഭിനയത്തോട് അതിയായ ആർത്തിയുള്ള ഒരാളുടെ മറ്റൊരു അഭിനയ മുഹൂർത്തം കണ്ട സിനിമയായിരുന്നു കളങ്കാവൽ. മമ്മൂക്കയെ പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഒരു പ്യുവർ വില്ലനായിട്ട് വന്ന് ഞെട്ടിച്ചു കളഞ്ഞു. പ്യുവർ വില്ലൻ എന്ന് പറഞ്ഞത് ചെയ്യുന്ന കാര്യത്തിൽ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് അതിന് ന്യായീകരിക്കുകയോ വെള്ളം ചേർക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ 100% ഒരു വില്ലനായിട്ട് തന്നെ മമ്മൂട്ടിയെ ഈ സിനിമയിൽ കാണിച്ചു. ആ കഥാപാത്രത്തോട് 100% നീതി പുലർത്തിയ പെർഫോമൻസ് ആയിരുന്നു മമ്മൂക്ക കാഴ്ചവെച്ചത്. ഒരു സൈക്കോ കില്ലറുടേതായിട്ടുള്ള എല്ലാ മാനറിസവും മാത്രമല്ല ഓരോ സ്ത്രീകളെയും അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെ എങ്ങനെയാണോ വശീകരിക്കുന്നത് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണോ വിശ്വസിപ്പിക്കുന്നത് അതുപോലെ തന്നെ കാണുന്ന പ്രേക്ഷകരെയും കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിങ്ങും എല്ലാം കൊണ്ടും മമ്മൂക്കയുടെ പെർഫോമൻസും കിടിലമായിരുന്നു. അതുമാത്രമല്ല ആ സിനിമയിൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിരിക്കുന്ന രീതി, പ്രത്യേകിച്ച് സിഗരറ്റ് യൂസ് ചെയ്തിരിക്കുന്ന രീതി, സിഗരറ്റ് വായിൽ വെച്ചുകൊണ്ട് ഒരു കൊലപാതകം നടത്തുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്രഷൻസ്, അതൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ മമ്മൂട്ടി ആ സിനിമയിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് ദിലീഷ് പോത്തനാണ്. റോന്ത് എന്ന് പറയുന്ന സിനിമയിലെ യോഹന്നാൻ എന്ന് പറയുന്ന പോലീസ് കഥാപാത്രം. റോന്തിൽ ദിലീഷ് പോത്തന്റെ പോലീസ് കഥാപാത്രം വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കാരണം പുള്ളി പലതരത്തിലുള്ള ഇമോഷൻസും പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു സീനിയർ പോലീസ് ഓഫീസർ ജൂനിയർ ഓഫീസറോട് ഇടപഴകുന്നതിൽ തന്നെ ഈഗോ വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്, പുള്ളിയെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള രീതിയിലും ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ രാത്രി അവർ എൻകൗണ്ടർ ചെയ്യുന്ന എല്ലാ കേസുകളും ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഓരോ കേസുകളും പല വിധത്തിലാണ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത്. അത് ആ ഒരു പോലീസ് ഓഫീസറുടെ എക്സ്പീരിയൻസും ഒരുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി വീട്ടിൽ ഏത് രീതിയിലാണ്, ഭാര്യയോട് ഏത് രീതിയിലാണ് ഇടപഴകുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ പുറത്ത് മറ്റുള്ള ആളുകളോട് ഇടപഴകുന്ന രീതിയിലും ഒക്കെയുള്ള ആ ഡിഫറൻസും എല്ലാം തന്നെ പുള്ളിയുടെ പെരുമാറ്റവും അതിലുള്ള പുള്ളിയുടെ ഇമോഷൻസും തുടങ്ങിയ ഒട്ടും പിടിതരാത്ത ഇമോഷണലി വളരെയധികം ലെയേഴ്സ് ഉള്ള ഒരു കഥാപാത്രമാണ് യോഹന്നാൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ. അത് ദിലീഷ് പോത്തൻ ഒട്ടും മോശമാക്കാതെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഡെലിവറി ചെയ്തിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ ലിസ്റ്റിൽ ദിലീഷ് പോത്തനാണ് 2ാം സ്ഥാനം കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിലെ 1ാം സ്ഥാനം എന്ന് പറയുന്നത് ബേസിൽ ജോസഫിനാണ്. പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലെ പി അജേഷ് എന്ന് പറയുന്ന കഥാപാത്രം. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ആളുകൾക്കിടയിൽ ഇത്രയും സ്വീകാര്യത കിട്ടിയ, എല്ലാവരും ഒരേ സ്വരത്തിൽ പുകഴ്ത്തുന്ന ഒരു കഥാപാത്രമാണ് പി അജേഷ് എന്ന് പറയുന്നത്. ബേസിൽ ഒരു നല്ല നടനാണെങ്കിലും പുള്ളി അജേഷ് ആയിട്ട് ജീവിക്കുകയായിരുന്നു സിനിമയിൽ. ഒരു കഥാപാത്രത്തോട് ആളുകൾക്ക് ഇത്രത്തോളം ഇഷ്ടം തോന്നുന്നതിനുള്ള റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേറ്റബിലിറ്റിയാണ്. കാരണം എല്ലാവരും അവരുടെ ലൈഫിൽ ഒരു പി അജേഷ് ആണ്. ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന, തോൽക്കാൻ മനസ്സില്ലാത്ത എല്ലാവരും തന്നെ ഒരു പി അജേഷ് ആണ് എന്ന് പറയാം. ആ കഥാപാത്രത്തെ ബേസിൽ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ലിസ്റ്റിൽ ബേസിലിന്റെ പി അജേഷ് ആണ് 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഇനി ചില സ്പെഷ്യൽ മെൻഷൻസ് കൂടി ഉൾപ്പെടുത്താം. അതിൽ ലോക മൂവിയിലെ കല്യാണിയുടെ കുട്ടിക്കാലം ചെയ്തിട്ടുള്ള ദുർഗ സി വിനോദ് എന്ന് പറയുന്ന ചൈൽഡ് ആർട്ടിസ്റ്റ്. ഈ വർഷം എൻ്റെ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ മൊമെന്റ്സിൽ ഒന്നായിരുന്നു ലോകയിലെ ആ ഒരു ഫ്ലാഷ് ബാക്ക് സീന്. അത് ഇമോഷണലി വളരെയധികം കണക്ട് ആയി. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പെർഫോമൻസ് കൂടിയാണ്. 2ാമത് ജോജു ജോർജിന്റെ നാരായണീന്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന സിനിമയിലെ സേതു എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രം ജോജു അതിൽ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. 3ാമത്തെ നമ്മുടെ സ്പെഷ്യൽ മെൻഷൻ എന്ന് പറയുന്നത് സജിൻ ഗോപു. പൊന്മാനിലെ ബേസിലിന്റെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ മറന്നു പോകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് സജിൻ ഗോപുവിന്റെ പെർഫോമൻസ്. മരിയാനോ എന്ന് പറയുന്ന കഥാപാത്രത്തെ സജിൻ ഗോപു വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. 4 റോന്തിലെ റോഷൻ മാത്യുവിന്റെ CPO ദിനനാഥ് എന്ന് പറയുന്ന കഥാപാത്രം. ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ജൂനിയർ പോലീസ് ഓഫീസറുടെ മാനസിക വ്യവഹാരങ്ങൾ വളരെ ബെസ്റ്റായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് റോഷൻ മാത്യുവിന് സാധിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് 2025 ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പെർഫോമൻസുകൾ. ഇനി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ബെസ്റ്റ് പെർഫോമൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് കമൻ്റ് ആയിട്ട് അറിയിക്കുക.